എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗിരീഷ് പന്തളം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം അഥവാ അനന്തപുര തടാക ക്ഷേത്രം വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ക്ഷേത്രമാണ്. മുതല ഉള്ള ക്ഷേത്രമാണ്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപുര തടാക ക്ഷേത്രം അഥവാ അനന്തപുര ലേക്ക് ടെമ്പിൾ കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ്. തിരുവനന്തപുരത്ത് അനന്ത പത്മനാഭ സ്വാമിയുടെ മൂലസ്ഥാനമായി കരുതപ്പെടുന്നു. കുമ്പള എന്ന പട്ടണത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അനന്ത പത്മനാഭ സ്വാമി ഇവിടെയായിരുന്നു കുടികൊണ്ടിരുന്നത് എന്നും പറയപ്പെടുന്നു. കുടശർക്കര യോഗമെന്ന പുരാതന വിഗ്രഹ ശൈലിയിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. മനോഹരമായ ഒരു തടാകത്തിന്റെ മധ്യത്തിൽ സവിശേഷമായ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഒരു പ്രായം ചെന്ന മുതല ഈ തടാകത്തിൽ ഉണ്ട്. വളരെ ജനപ്രിയനായ മുതലയാണ് ഇത്. പണ്ട് മുതലേ ഈ തടാകത്തിൽ കണ്ടുവന്നിരുന്ന മുതലയെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നെങ്കിലും പിന്നീട് തനിയെ പ്രത്യക്ഷപ്പെട്ട മുതലയുടെ പേരാണ് ബബിയ. നിരുപദ്രവകാരിയാണ്. ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമാണ് ബബിയയുടെ ഭക്ഷണം. ക്ഷേത്രത്തിലെ പൂജാരി ആണ് ബബിയയ്ക്ക് നിവേദ്യമായി നിവേദ്യച്ചോറ് നൽകുന്നത്. എത്ര വലിയ മഴ വന്നാലും വെള്ളം ഒരു ശകലം പോലും കൂടുകയുമില്ല. കൊടും വേനൽ വന്നാൽ പോലും ഒരു തുള്ളി വെള്ളം പോലും വറ്റുകയുമില്ല. ഇത് ഒരു മഹാ അത്ഭുതം തന്നെയാണ്. അഗസ്ത്യ മുനിയുടെ തപോബലത്തിന്റെ ശക്തി കൊണ്ടുണ്ടായ ഉറവയാണ് ഈ ക്ഷേത്ര തടാകം എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ ക്ഷേത്രാത്ഭുതം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.